എഴുത്തുകൾക്കുണ്ടല്ലോ വല്ലാത്തൊരു പ്രവചന ശക്തിയുണ്ട്. ചിലർ അവരെഴുതുന്നത് അവരുടെ തന്നെ ജീവിതത്തിൽ അതേപോലെ വരുന്നതാവാം. നമ്മൾ തന്നെ എപ്പോഴും പാടിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഒരു പക്ഷേ നമുക്കൊരു ശക്തിയായി അല്ലെങ്കിൽ പ്രവചനമായിട്ട് ഒപ്പം വരുന്നതാകും. പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് സന്തോഷ് ആനന്ദ് എന്ന ഗാനരചയിതാവ്, അദ്ദേഹം എഴുതിയ ഏറ്റവും ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പ്രവചിക്കുന്നതായത് യാദൃശ്ചികമായിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഇന്ത്യൻ ഐഡിയൽ 12 എഡീഷൻ്റെ 2020 വേദിയിൽ വന്നതും അത് വിവാദമായതും ഒക്കെ അറിഞ്ഞത്. ഞാൻ ആ പരിപാടി സ്ഥിരം കാണുന്ന ഒരാളല്ല, പക്ഷേ ഇതറിഞ്ഞത് പലപ്പോഴും കാണാറുണ്ട്. അദ്ദേഹം ആ വേദിയിൽ വരുന്നു, വളരെ ആരോഗ്യകരമായി ശോചനീയമായ അവസ്ഥയിലാണ് വരുന്നത്. വിവാദം ഇതാണ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഈ ദയനീയ കഥകൾ വെച്ച് ഇന്ത്യൻ ഐഡിയയിൽ ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാക്കുകയാണെന്ന് ഒരു വശേ. അദ്ദേഹം സങ്കടത്തോടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയുടെ ആ വിറയലോടെ പറഞ്ഞ ആ കഥ കേട്ടിട്ട് നേഹ കാക്കർ എന്ന ജഡ്ജിമാരിൽ ഒരാൾ അവർ 5 ലക്ഷം രൂപ ഓൺ ദി സ്പോട്ട് അദ്ദേഹത്തിന് സംഭാവന നൽകുന്നതായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തി കാണുമായിരിക്കുമെന്നൊരു വിവാദം. അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ ഒരാൾ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് ടു മേക്ക് ബോത്ത് ലെവൽ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണെന്ന് പറയുമ്പോൾ അതാണ് ചെയ്യേണ്ടത് എന്ന് മറ്റൊരു കൂട്ടർ. വിവാദത്തിന് പിന്നെ യാതൊരു കുറവുമില്ലല്ലോ. പക്ഷെ എന്നെ അതല്ല ബാധിച്ചത്. 1970കളിൽ ലക്ഷ്മികാന്ത് പ്യാരേലാൽ ജോഡിയുടെ ഏറ്റവും ഹിറ്റ് ഗാനങ്ങൾ രചിച്ച സന്തോഷ് ആനന്ദ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പ്രത്യേകിച്ചൊരു ഇൻസിഡൻറ്റും എടുത്തു പറയാതെ ഇങ്ങനെയാണ് പറയുക. ഞാൻ ഹിന്ദിയിലുള്ള എൻ്റെ ഒരു മലയാളത്തിൽ ഏകദേശം പരിഭാഷപ്പെടുത്തി പറയാം. ഞാൻ നഗ്നപാദങ്ങളോടെ ദൈവസന്നിധിയിൽ തൊഴുതു യാചിച്ചിരുന്നു നല്ലൊരു ജീവിതത്തിനായിട്ട്. ആ പ്രാർത്ഥന ഫലിച്ചു. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അത്ര സന്തോഷങ്ങൾ തന്നു ഭഗവാൻ. പക്ഷേ എൻ്റെ എന്ത് തെറ്റുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു ഘട്ടത്തിൽ തന്നതെല്ലാം തിരിച്ചെടുക്കുകയും ചെയ്തു. ഇന്ന് വീണ്ടും നിസ്വനായി ജീവിതവുമായി പോരാടുന്നിടത്താണ് ഞാൻ മടങ്ങിയെത്തിയിരിക്കുന്നത്. സന്തോഷ് ആനന്ദിനെ കുറിച്ച് ഇത്രയും കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ സോങ് അദ്ദേഹം തന്നെ പറഞ്ഞു, മറക്കരുതേ ആ പാട്ട് എന്ന്. ആ പാട്ടാണ് അദ്ദേഹത്തിനെ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ ടൂള്. ഓർക്കുന്നില്ലേ? ഇതന്നെ കുച്ച് പാക്കർ ഖോനാ ഹേ കുച്ച് ഖോകർ പാനാ ഹേ जीवन का मतलब तो आना और जाना है, दो पल के जीवन से एक उम्र चुरानी है, जिंदगिया कुछ भी नहीं तेरी मेरी कहानी है, एक प्यार का नगमा है, मूंजूंगी रवानी है. അത് തന്നെ. അത് ആ പാട്ട് അദ്ദേഹത്തിനെ നിർത്തിക്കൊണ്ട് ആ വേദിയിൽ അത് പാടുന്നതായിരുന്നു അതിലെ ഏറ്റവും ഇമോഷണലായ സീൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹം സ്പർശിക്കാതെ പറഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഹിറ്റുകളിൽ നിന്ന് ഹിറ്റുകളിലേക്കും പിന്നെ ഫിലിം ഫെയർ അവാർഡുകളിൽ നിന്ന് അവാർഡുകളിലേക്കുമുള്ള ആ യാത്രക്കിടയിലാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം സംഭവിച്ചത്. അദ്ദേഹത്തിന് ഒരു പുത്രനും ഒരു പുത്രിയുമാണ്. അതിൽ മകൻ വളരെ നല്ല പൊസിഷനിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ദിവസം പ്രത്യേകിച്ചൊരു ഇതുമില്ലാതെ ഭാര്യയുമായിട്ടൊരു ട്രെയിനിൻ്റെ മുമ്പിൽ കയറി ആത്മഹത്യ ചെയ്തു. അവരുടെ കുട്ടി, ആ കുട്ടിക്ക് വേണ്ടിയാണ് പിന്നീട് അദ്ദേഹം ജീവിച്ചത്. പക്ഷേ ആ ദുരന്തം വന്നതോടെ അദ്ദേഹത്തിൻ്റെ കവിതയും കാൽപ്പനികതയും ഒക്കെ വറ്റി വരേണ്ട അവസ്ഥയായി. അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ കൂടെ ആരോഗ്യ പ്രശ്നങ്ങളും. ആ വേദിയിൽ അദ്ദേഹം വന്നത് വീൽ ചെയറിലാണ്, വളരെ വിറച്ച് പറയുന്നതൊന്നും വ്യക്തമാകുന്നില്ലാത്ത അവസ്ഥയിൽ. പക്ഷേ നേഹ കാക്കർ ഈ വളരെ ഇമോഷണലായിട്ട് ഈ പാട്ട് പാടി ഇടയ്ക്ക് ആ മൈക്ക് അങ്ങോട്ട് അദ്ദേഹത്തിന് നിരന്ന് യൂട്യൂബിൽ പോയി കാണണം കേട്ടോ. ജസ്റ്റ് സന്തോഷ് ആനന്ദ് ഇന്ത്യൻ ഐഡിയൽ എന്ന് മാത്രം ഇട്ടാൽ വരും അത്. പക്ഷെ അദ്ദേഹം ആ പാട്ട് പാടുമ്പോൾ ഒരു വിറയലുമില്ല, നമുക്കൊന്നും മനസ്സിലായില്ല, കൃത്യമായിട്ട് ആ പാട്ട് പാടുന്നുണ്ട്. അദ്ദേഹത്തിന് തിരിച്ചുവരവ് പോലെ. അപ്പോൾ ഇനി ഈ വിവാദത്തിലെ മറ്റേ ഭാഗത്തേക്ക് നമ്മളും ചെയ്യാറില്ലേ ജീവിതത്തിൽ? ഒരാൾക്ക് ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ, പ്രായമായി വയ്യാതിരിക്കുകയാണെങ്കിൽ, ഒന്നും വേണ്ട, നല്ല യുവാവാണ്, പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ മെലിഞ്ഞു കൊലിഞ്ഞു പനി വന്നിട്ട് ഇപ്പം എന്തിനാ ഇപ്പം ആൾക്കാരുടെ മുമ്പിലോട്ട് പോയിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നതെന്ന് എന്നുള്ള കരുതൽ,
അച്ഛനമ്മമാരോടാണേലും പോയിട്ട് അച്ഛനൊന്നും മനസ്സിലാകാത്ത ആൾക്കാരാണ്, ഞങ്ങൾ അച്ഛന് പിടികിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനകത്തിരുന്നോ എന്നൊരു സമാധാനം അല്ലെ അമ്മയോട്. സത്യത്തിൽ അവരും ആഗ്രഹിക്കുന്നില്ലേ? അവർ ഒരു കാലത്ത് ഏറ്റവും സജീവമായിരുന്ന ഒരു കാലഘട്ടം, ആ വേദികൾ, അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം. നമ്മൾ ഏകപക്ഷീയമായിട്ട് അവർക്ക് അവരുടെ ഈ ശരീരത്തിൻ്റെ ഭംഗി പോയത്, അല്ലെങ്കിൽ അവരുടെ മൊത്തം ചിലപ്പം പുതിയ കാലത്തെ കാര്യങ്ങൾ അറിയാൻ വയ്യാതെ ആയത്, ഇതിൽ നിന്നെല്ലാം അവരെ സംരക്ഷിക്കാനായി നമ്മൾ എന്തിനാണ് സംരക്ഷകരാകുന്നത്? അവർക്ക് ആഗ്രഹമുള്ളിടത്ത് അവരെ എത്തിക്കുക എന്നതല്ലേ നമ്മുടെ ധർമ്മം. ഞാനുൾപ്പെടെ, ഞാൻ ഇതൊന്നും ചെയ്യാത്ത വലിയ മാലാഖയാണെന്നല്ല, ഞാൻ ഉൾപ്പെടെ എൻ്റെ അമ്മയോട് പറയണം, അമ്മയ്ക്ക് അവിടെ ഒന്നും പിടികിട്ടത്തില്ല, എന്തിനാ അമ്മ വരുന്നതെന്ന് ചോദിക്കുന്ന ആളായതുകൊണ്ടാണ് ഇത് ഇത്ര ചങ്കിൽ കുത്തിയത്. നമ്മുടെ ഓരോരുത്തരുടെയും നെഞ്ചിലത് കുത്തുക തന്നെ വേണം. ചിടയ്ക്കെങ്കിലും ഇത്തരം കരുതലുകൾ ജീവിതത്തിൻ്റെ ആഘോഷങ്ങൾ ഒരാൾക്ക് നഷ്ടപ്പെടുത്തുന്നതും കൂടി ആയിരിക്കും. അതാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു വലിയ ആഘോഷമാക്കല്ലേ ജീവിതം ചെയ്യേണ്ടത്? അതല്ലേ ആ പാട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? एक प्यार का नगमा है, मूंजूंगी रवानी है, जिंदगी और कुछ भी नहीं, मेरी कहानी है. शुभरात्रि.